ശബരിമല സ്വർണ്ണ കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വളരെ ശരിയായ നിരീക്ഷണങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ കേസിൽ പുകമറ ഉണ്ടാക്കാനുള്ള UDFിൻ്റെയും BJPയുടെയും ശ്രമങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. SITയുടേത് ഏറ്റവും വിശ്വസനീയമായ അന്വേഷണമാണ് എന്ന് ഹൈക്കോടതി യാതൊരു സംശയമില്ലാത്ത രീതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. SIT അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. ഏറ്റവും വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നത് എന്ന് അവർ തന്നെ വ്യക്തമാക്കുകയാണ്. അപ്പോഴാണ് CBI അന്വേഷണം വേണം എന്ന ആവശ്യം യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാണ് ഉയർത്തിയത്. ആ ഉയർത്താനുള്ള കാരണം എല്ലാവർക്കും വ്യക്തമാണ്. അന്വേഷണം കോൺഗ്രസിലേക്ക് മാറുകയാണ്, BJPയിലേക്ക് മാറുകയാണ് എന്ന് വന്നപ്പോൾ അവർ ഈ ശരിയായ ദിശയിലുള്ള ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ശരിയായ ദിശയിലുള്ള ഈ അന്വേഷണത്തെ വഴിതിരിച്ച് വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടൽ എന്ന രീതിയിൽ വേണം BJPയുടെ സംസ്ഥാന അധ്യക്ഷനും തന്ത്രി സമാജവും വിശ്വ ഹിന്ദു പരിഷത്തും, അപ്പോൾ മൂന്നും ചേരുമ്പോൾ പൂർണ്ണമായി, അവർ ഈ കേസ് CBIക്ക് വിടണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചത്. കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സ്വാഭാവികമായിട്ടും വെളിപ്പെടുത്താനാവുന്നതല്ല എന്ന് കോടതി ഒന്നുകൂടി ആവർത്തിക്കുകയും അതേസമയം ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകളും ശ്രദ്ധേയമായ രീതിയിലുള്ള ഒന്നാണ് എന്ന് ഹൈക്കോടതിയിൽ തന്നെ വ്യക്തമായി. SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിന് അറിയില്ല എന്ന കാര്യം ഗവൺമെൻറ് വ്യക്തമാക്കുക മാത്രമല്ല കോടതിയെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ SITയിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമല്ലെന്നും ആ വിവരമല്ല എന്നുള്ള കാര്യം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള കോടതിയുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അറിയിക്കുകയും ചെയ്യുന്ന നിലയുണ്ടായി. അപ്പോൾ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വളരെ കൃത്യതയോടുകൂടിയാണ് ഈ അന്വേഷണങ്ങളെല്ലാം ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നതെന്നും ആർക്കെങ്കിലും ജാമ്യം കിട്ടി എന്നുള്ളതുകൊണ്ട്, അങ്ങനെ തന്നെയാണ് കോടതി പറഞ്ഞത്, ആർക്കെങ്കിലും ജാമ്യം കിട്ടി എന്നുള്ളതുകൊണ്ട് ഈ കേസ് അസാധുവാകുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. കാരണം ഇതൊരു കൊലപാതക കേസ് പോലെയോ കളവ് കേസ് പോലെയോ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. അത് വളരെ ഫലപ്രദമായ രീതിയിലുള്ള അന്വേഷണം നടത്തി എല്ലാവർക്കും ബോധ്യമാകുന്ന രീതിയിലുള്ള ചാർജ് ഷീറ്റ് നൽകണം. പിന്നെ അവർ തന്നെ കൃത്യമായിട്ട് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, ഇടക്കാല പല മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഇടക്കാല ചാർജ് ഷീറ്റ് കൊടുത്തുകൂടെ, അങ്ങനെ ഇടക്കാല ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് SITയെ സംബന്ധിച്ച് കോടതി പറയുന്നത്. കാരണം ഇതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട്. അത് ഈ സ്വർണ്ണപ്പാളിയുടെ പ്രശ്നം മാത്രമല്ല, അതിൻ്റെ പിന്നിലേക്ക് പോകണം. അങ്ങനെ പിന്നിൽ പോയി പരിശോധിച്ച് കൃത്യതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന തന്നെ വേണം, അതിന് SITക്ക് കഴിയും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നിരന്തരം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എപ്പോഴും യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം മറച്ചു വെച്ച് കേസ് കോൺഗ്രസിലേക്ക് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് എത്തുന്നു എന്ന് കാണുമ്പോൾ അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തി. അങ്ങനെ ഇടപെടൽ നടത്തി എന്ന് കോടതിക്ക് തന്നെ പരസ്യമായി പറയേണ്ടി വന്ന സാഹചര്യത്തിൽ ഈ മുദ്രാവാക്യം ഇടക്കിടക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, CBI അന്വേഷണത്തിൻ്റെ ഇടക്കിടക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിന് വേണ്ടി കോടതിയിൽ പോകുന്നത്
BJPയും BJPയുടെ അനുബന്ധ വിഭാഗങ്ങളുമാണ് എന്നുള്ളതാണ് വിചിത്രമായ ഒരു കാര്യം. യഥാർത്ഥത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ ശ്രമം ഇപ്പോൾ മാർച്ച് ആരംഭിക്കാൻ പോവുകയാണ്. വരുന്ന 6-ാം തീയതി വി ഡി സതീശൻ ജനങ്ങളോട് മാപ്പ് പറയണം. ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുക, കോടതി അതിശക്തിയായിട്ട് നല്ല അടി കിട്ടുക, പിന്നെ ഒന്നും പത്രവും പറയില്ല, മാധ്യമങ്ങളും കൊണ്ടൂല, സതീശനും കൊണ്ടൂല. അതുകൊണ്ട് മാപ്പ് പറഞ്ഞ് തുടങ്ങണം. ഞങ്ങളിങ്ങനെ ഇടക്കിടക്ക് പറയുന്നതൊക്കെ തെറ്റായി പോയി എന്നുള്ളത് ജനങ്ങളോട് പൊതുവായിട്ട് മാപ്പ് പറഞ്ഞ് ആരംഭിക്കണം. അതാണ് CBI ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ ഈ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തോട് നേരിട്ട് മറുപടി യഥാർത്ഥത്തിൽ പറഞ്ഞത് കോടതി വി ഡി സതീശനോട് തന്നെയാണ്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.